ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. ഇന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം അതിൻ്റെ 12 വാക്യങ്ങൾ വായിക്കുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നുപോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർഥ്യരും മേദ്യരും എലാമ്യരും മെസപ്പത്തോമിയയിലും യഹൂദിയിലും കപ്പദോക്കിയിലും പൊന്തോസിലും ആസിയിലും ഫ്രുഗ്യയിലും പൊംഫിലിയയിലും ഇസ്രയേലിലും കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്തരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു. ഇത് എന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നതിനെക്കുറിച്ചുള്ള വിവരണമാണല്ലോ നമ്മളിവിടെ കാണുന്നത്. തുടക്കത്തിൽ തന്നെ പറയുന്നത് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ ശബ്ദമുണ്ടായി. ഈ ശബ്ദം കേട്ടിട്ടാണ് ആളുകൾ ഓടിക്കൂടിയത്. ഈ ആളുകൾ ആരാണെന്ന് കൂടി നമുക്ക് നോക്കാം. അവർ ഇരുന്ന വീട് മുഴുവൻ ഈ ശബ്ദം കൊണ്ട് നിറഞ്ഞു. നാം ഇതിനു മുമ്പ് ചിന്തിച്ചിരുന്നു, 120 പേരാണ് ഇവിടെ കൂടിയിരുന്നത് എന്ന് ചിന്തിക്കുവാൻ ന്യായമില്ല. 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നാം ഈ വിവരണം തുടർച്ചയായി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവർ ഒരു മാളിക മുകളിലായിരുന്നോ അതും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ ശബ്ദം കേട്ട് ആളുകൾ ഓടി വന്നു. ഈ വന്ന ആളുകൾ ദേവാലയത്തിൽ വന്നവരായിരുന്നതുകൊണ്ട് ദേവാലയത്തിനടുത്തുണ്ടായിരുന്ന ഒരു സ്ഥലമാണെന്നും നമുക്ക് അനുമാനിക്കാം. ഏതായാലും ശബ്ദം കേട്ട് ആളുകൾ ഓടിക്കൂടി. അവർ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അതായത് ഈ 12 പേർ അന്യഭാഷകളിൽ സംസാരിക്കുന്നു. മാത്രമല്ല അവരുടെ ഓരോരുത്തരുടെയും തലയുടെ മുകളിൽ അഗ്നി കൊണ്ടുള്ള നാവ് പോലെയുള്ളത് പ്രത്യക്ഷമായിരുന്നു. ഇങ്ങനെ ഈ 3 ലക്ഷണങ്ങളാണ് അവിടെ ഉണ്ടായത്. ശബ്ദമുണ്ടായി, അഗ്നി ജ്വാല പോലെയുള്ള നാവ് ഉണ്ടായി, അവരിരുന്ന സ്ഥലം കുലുങ്ങി, അന്യഭാഷകളിൽ സംസാരിച്ചു. പരിശുദ്ധാത്മാവ് വന്ന ഒരു വ്യക്തിയിൽ നിറയുമ്പോഴെല്ലാം ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ കഴിയില്ല. കാരണം സ്ഥലം കുലുങ്ങുകയോ ഇങ്ങനെ വലിയൊരു ശബ്ദമുണ്ടാവുകയോ ഒന്നും പിന്നീട് ഒരിക്കലും ഉണ്ടായതായിട്ട് നാം വായിക്കുന്നില്ല. അന്യഭാഷ ഉണ്ടായതായിട്ട് നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട് താനും. അതുപോലെ തന്നെ ഈ അഗ്നിനാവുകൾ അതും പിന്നീട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അപ്പോസ്തല പ്രവർത്തികളിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും ആവർത്തിക്കണമെന്ന് നിർബന്ധം പിടിക്കാനും നമുക്ക് സാധിക്കില്ല. ഇനി ഇവർ സംസാരിച്ച ഭാഷ അല്ലെങ്കിൽ ഭാഷകളെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൂടി വന്ന ആളുകൾ എങ്ങനെയുള്ളവരായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. 9-ാം വാക്യത്തിൽ ഏതാണ്ട് 15ഓളം സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ കൂടിയിരുന്നു എന്ന് വായിക്കുന്നു. അപ്പോൾ ഈ 15 സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? എന്താണ് അതിൻ്റെ കാരണം? പെന്തക്കോസ്ത് പെരുന്നാളിൽ പങ്കെടുക്കുവാൻ വന്നവരാണ് അവർ. ഈ ലോകത്തുള്ള വിവിധ ജാതികളിൽ നിന്നുള്ള ആളുകൾ, സകല ജാതികൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ആളുകൾ അവിടെ വന്നത് പെന്തക്കോസ്ത് പെരുന്നാളിന് വേണ്ടിയാണ്. ദേവാലയത്തിൽ വന്നതാണ്.
അതിൻ്റെ അർത്ഥം അവർ ഒന്നുകിൽ യഹൂദന്മാരോ അല്ലെങ്കിൽ യഹൂദ മതാനുസാരികളോ ആയിരുന്നു എന്നാണല്ലോ. അവർ തന്നെ പിന്നീട് പറയുന്നുണ്ട്, നമ്മൾ ജനിച്ച് വളർന്ന ഭാഷകളിൽ ഇവർ സംസാരിക്കുന്നു. ഇവർ യഹൂദന്മാരായിരുന്നുവെങ്കിലും അവർ ജനിച്ചു വളർത്തപ്പെട്ടത് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു. യെരുശലേമിൽ പെരുന്നാളിന് വേണ്ടി അവർ പ്രത്യേകം വന്നവരാണ്. അവരാണ് വിദ്യാഭ്യാസമില്ലാത്ത ഈ അപ്പോസ്തലന്മാർ. പ്രത്യക്ഷത്തിൽ തന്നെ ഗലീലക്കാരാണ്, വിദ്യാഭ്യാസമില്ലാത്തവരാണെന്ന് മനസ്സിലാകുന്ന ഈ അപ്പോസ്തലന്മാർ വിദേശ ഭാഷകളിൽ സംസാരിക്കുന്നത് കേട്ട് അവർ അമ്പരന്നു. അവർ അമ്പരക്കാൻ കാര്യം, ഇവർ പറഞ്ഞത് അവർക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ വൻകാര്യങ്ങളാണ് ഇവർ പറയുന്നത് എന്ന് വന്ന ആളുകൾക്ക് തിരിച്ചറിവുണ്ടായി. വിവിധ ഭാഷകളിൽ സംസാരിക്കുന്ന ആളുകൾ യെരുശലേമിൽ വന്നുകൂടി. അവിടെ വന്നപ്പോൾ അവരുടെ മാതൃഭാഷ എന്ന് പറയാവുന്ന ഭാഷകളിൽ യെരുശലേമിൽ വന്ന ഗലീലക്കാരായ ആളുകൾ 12 പേർ സംസാരിക്കുന്നു. അതിവർക്ക് മനസ്സിലാകുന്നു. ഇത് വലിയ ഒരു അത്ഭുതമാണ്. ഈ അത്ഭുതം കണ്ട് അവർ അതിശയിക്കുകയാണ്. ഈ അത്ഭുതം കണ്ട് നമ്മളും അതിശയിക്കണം, കാരണം ഇതൊരു വലിയ അതിശയമാണ്. ഇത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ഉണ്ടായ സംഭവത്തിൻ്റെ അനുബന്ധമാണ് എന്ന് ഞാൻ പറയും. കാരണം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ അന്നുവരെ ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും ഒരേ ഭാഷയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരേ ഭാഷയും ഒരേ വാക്കും എന്നാണ് നാം അവിടെ വായിക്കുന്നത്. എന്നാൽ അന്ന് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയുവാൻ ശ്രമിച്ച മനുഷ്യനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു, മനുഷ്യൻ വിചാരിക്കുന്നതൊക്കെയും സാധിക്കും, അതുകൊണ്ട് നാം ഇറങ്ങിച്ചെന്നവരുടെ ഭാഷ കലക്കിക്കളയുക. അങ്ങനെ ഭാഷ കലക്കിക്കളഞ്ഞു. അങ്ങനെയാണ് വിവിധ ഭാഷകൾ ഈ ലോകത്തുണ്ടായത്. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ എന്താണ് സംഭവിക്കുന്നത്? ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് വന്ന വിവിധ ഭാഷക്കാരായ ആളുകൾ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ 12 വ്യക്തികൾ പറയുന്നത് മനസ്സിലാക്കി. അത് മനസ്സിലാക്കാൻ അവർക്ക് തർജ്ജമക്കാരൻ്റെയോ വ്യാഖ്യാനിയുടെയോ ആവശ്യമില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം, ദൈവം ഭാഷയെ വിഭജിച്ച് കളഞ്ഞുവെങ്കിലും ദൈവം മനുഷ്യനെല്ലാം മനസ്സിലാകുന്ന ഒരു സാർവലൗകിക ഭാഷയിലേക്ക് മനുഷ്യനെ വീണ്ടും കൊണ്ടുവരും എന്നാണ് അതിൻ്റെ അർത്ഥം. പെന്തക്കോസ്ത് നാളിൽ എന്തുകൊണ്ട് അതുണ്ടായി എന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അന്നുവരെ ദൈവത്തിൻ്റെ പരിപാടികളെല്ലാം ദൈവം തിരഞ്ഞെടുത്ത യഹൂദന്മാർക്ക് മാത്രമായിരുന്നു. മറ്റുള്ളവരെല്ലാം പുറജാതികൾ, അവർക്കൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കില്ല എന്നാണ് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വിശ്വാസികളുടെ മേൽ വന്നപ്പോൾ അവർ ഒരു ശരീരമായി, ഒരു സഭയായി തീർന്നു. ആ സഭയിൽ യഹൂദനെന്നോ യവനനെന്നോ ആണെന്നോ പെണ്ണെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ എന്ന വ്യത്യാസമില്ല. യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഒന്നായിത്തീരുന്ന സഭ. അവിടെ ഭാഷാ വ്യത്യാസവുമില്ല. ഈ കാര്യം അരക്കിട്ടുറപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചപ്പോൾ പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷകളിൽ സംസാരിക്കുവാനുള്ള ഈ അത്ഭുതകരമായ അനുഗ്രഹം കൊടുത്തത് എന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല, വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ എല്ലാവരും സ്വർഗത്തിൽ നാനാഭാഷകളിൽ നിന്നും നാനാജാതിയിൽ നിന്നുമുള്ള ആളുകൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവിടെ ഭാഷ ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ മനുഷ്യൻ്റെ അനുസരണക്കേട് കൊണ്ടും മത്സരം കൊണ്ടും നഷ്ടപ്പെട്ട ആ സാർവലൗകിക ഭാഷ ദൈവം മടക്കി കൊടുക്കും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് പെന്തക്കോസ്ത് നാളിൽ നാം കാണുന്നത്. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.